വഖഫ് ബോർഡിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കത്തെ നിയമപരമായി നേരിടാനൊരുങ്ങി ഉമർ ഫൈസി മുക്കം. കോടതിയെ സമീപിക്കാൻ ആർക്കും അവകാശമുണ്ടെന്നും നിയമ നടപടികളെ നേരിടാൻ തയ്യാറാണെന്നും ഉമർ ഫൈസി മുക്കം റിപ്പോർട്ടറിനോട് പറഞ്ഞു. തന്നെ ഒഴിവാക്കാനുള്ള നീക്കം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണോ എന്ന് അറിയില്ല. തനിക്ക് അയോഗ്യതയുണ്ടോ എന്ന് കോടതി തീരുമാനിക്കട്ടെയെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോടതിയായിരിക്കും. എന്തും ആർക്കും ഏത് അപേക്ഷയും കൊടുക്കാം. അപേക്ഷയിൽ തീരുമാനം കോടതി അന്തിമമായിട്ട് എടുക്കും. അപ്പോഴേ നമ്മളതിന് പ്രതികരിക്കേണ്ടതുള്ളൂ. ഓരോരുത്തരുടെ അവകാശത്തിനെതിരെ നമ്മളെന്താക്കേണ്ടത്, ശബ്ദിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നെ ഒഴിവാക്കാനുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ നീതി. അതാണ് കോടതി പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പറയും. കോടതി പറയട്ടെ. നമ്മളെടുത്തൊന്നും കേസും കാര്യമൊന്നും വന്നിട്ടില്ലല്ലോ. വരുമ്പം അതിൻ്റെ രൂപത്തിൽ കോടതിയോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ പ്രതികരിക്കും. കെ അഭിലാഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. കെ അഭിലാഷ്, വഖഫ് ബോർഡിനെയും വഖഫ് മെമ്പേഴ്സിനെയും അടക്കം ഉമർ ഫൈസിയെയും അടക്കമുള്ളവരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോകാനുള്ള നീക്കത്തെ അതിനെ നിയമപരമായി തന്നെ ചെറുക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണമായി വരുന്നത്. തീർച്ചയായിട്ടും മാധു, ഉമർ ഫൈസി മുക്കം വലിയ തരത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ മുസ്ലിം ലീഗ് അനുകൂലികളായ ഒരു വിഭാഗം ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ നൽകിയത്. അതായത് ഉമർ ഫൈസി അടക്കമുള്ള 4 പേർ യോഗ്യതയില്ലാതെയാണ് ഈ വഖഫ് ബോർഡിൽ പ്രവർത്തിക്കുന്നതെന്നാണ്. അവരെ അയോഗ്യരാക്കണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു അതിന്റെ ഭാഗമായി ഉയർന്നു വന്നത്. ഏതായാലും ഹൈക്കോടതി ഇത്തരത്തിൽ റിട്ട് പെറ്റീഷൻ സ്വീകരിക്കാൻ കഴിയില്ലെന്നും പൊതു താൽപര്യ ഹർജിയുമായി വരണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ ഏത് തരത്തിൽ വന്നാലും അതിനെ നേരിടാൻ ഒരുക്കമാണ് എന്നാണ് ഇപ്പോൾ ഉമർ ഫൈസി മുക്കം പറയുന്നത്. കാരണം ഇദ്ദേഹത്തെ മുത്തവല്ലി എന്നുള്ള ആ ഒരു പരിഗണനയിലാണ് ഈ ബോർഡ് മെമ്പറാക്കിയിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ മുത്തവല്ലി അല്ല എന്നാണ് ആരോപണമായി ഉയർന്നു വരുന്നത്. പക്ഷേ ഉമർ ഫൈസി പറയുന്നത് താൻ രണ്ട് സ്ഥലങ്ങളിലെ മുത്തവല്ലിയായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് അക്കാര്യത്തിൽ പേടിയില്ല. കോടതി എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇക്കാര്യങ്ങളൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതോടൊപ്പം തന്നെ കോടതിയെ സമീപിക്കാൻ എല്ലാവർക്കും നിയമപരമായ അവകാശമുണ്ട്. അപ്പോൾ നിയമപരമായ അവകാശം വിനിയോഗിച്ച് പോകുമ്പോൾ അതിനെ താൻ എതിർക്കുന്നില്ല. പക്ഷേ കോടതി നടപടി വരുമ്പോൾ ഇക്കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയും ചെയ്ത്, അതോടൊപ്പം തന്നെ തനിക്കെതിരെ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നുള്ള കാര്യം തനിക്കിപ്പോൾ അറിയില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം വഖഫ് ബോർഡ് മെമ്പറായതിനു ശേഷം വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം മുനമ്പം കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഹർജിയുമായി മുസ്ലിം ലീഗ് അനുകൂല വിഭാഗം മുന്നോട്ട് വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. മാധു, കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ യോഗ്യത തെളിയിക്കുന്ന രേഖകളടക്കം സമർപ്പിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി പോയത്. റിട്ട് സമർപ്പിക്കാൻ കഴിയില്ല. പൊതു താൽപര്യ ഹർജി സമർപ്പിക്കാനായിരുന്നു കോടതി തീരുമാനം. എന്തായാലും നിയമപരമായി നേരിടുമെന്നുള്ളതാണ് ഇപ്പോൾ ഉമർ ഫൈസിയുടെ പ്രതികരണം.